നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമ്മളെ തേടിയെത്തുമെന്ന് പറയാറുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത് ചെയ്യണം അല്ലെങ്കിൽ കൃഷി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും നട്ടു വളർത്തണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നുമില്ല. അതിനുവേണ്ടി ശ്രമിച്ചാലും വിജയിക്കണമെന്നില്ല. പക്ഷേ അതാ ഇത് കണ്ടോ, കുറേ സംഭവങ്ങൾ എന്നെ തേടിയെത്തിയിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തു കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ക്ലൈമ്പിംഗ് റോസ് നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ ദാ ഇവിടെ ഒരു നാടൻ റോസ് നിൽപ്പുണ്ടായിരുന്നു. ഇതിന് രണ്ടിനും ചാണകപ്പൊടി ഇട്ട് കൊടുത്തതാണ് അതിൽ നിന്ന് കിളിച്ച് വന്നതാണ് ഈ കാണുന്ന കുറ്റിപ്പയർ. എന്തായാലും അത് വളർന്നതാ ഇത്രയും കായൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പച്ചക്കറി വേസ്റ്റ് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ദാ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് കുറേ കിളിച്ച് വരാറുണ്ട്. പിന്നെ ഈ കാണുന്നത് വഴുതനയാണെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയതാണ്. പക്ഷേ സംഭവം ചുണ്ടങ്ങയാണെന്ന് തോന്നുന്നു. എന്തായാലും അതവിടെ നിന്നോട്ടെ. പിന്നുള്ളതാണ് നമ്മുടെ മുതിര. മുതിര ഒരുപാട് കിളിച്ചിട്ടുണ്ട്. മോള് കളിച്ചിട്ട് വാരി ഹാളിലൊക്കെ ഇടും. ഞാനത് തൂത്തുവാരി ഇങ്ങോട്ട് ഇട്ടപ്പോൾ കിളിച്ച് വന്നതാണ്. പിന്നെ ഈ കാണുന്നത് കാന്താരി. കാന്താരി ഞാൻ കുറേ വിത്തൊക്കെ പാകി നോക്കി, ഒന്നും സക്സസ് ആയില്ല. എന്തായാലും ഇത് ചുമ്മാ അവിടോട്ട് എറിഞ്ഞപ്പോൾ കിളിച്ച് വന്നതാണ്. അവിടെ നിന്നോട്ടെ. പിന്നെ ഈ പേര. പേര എങ്ങനെ വന്നു എന്തുവാന്നൊന്നും അറിയത്തില്ല. നമ്മളിവിടെ പാല് കാച്ചി കയറി ടൈം തൊട്ട് ഇതിവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നിന്നോട്ടെന്ന് കരുതി. പിന്നെ മധുരക്കിഴങ്ങ്. അപ്പുറത്തെ പറമ്പിൽ നിന്ന് നമ്മുടെ പറമ്പിലേക്ക് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ നിന്നെങ്ങാണ്ട് ഒഴുകി വന്നതാണെന്ന് തോന്നുന്നു ഈ മധുരക്കിഴങ്ങ്. അതും അവിടെ നിന്നോട്ടെ. പിന്നെ തുളസി. ഇതും അങ്ങനെ കണ്ട് വന്നതാണ്. എന്തായാലും ആഗ്രഹിച്ചതാണ് കളിക്കണമെന്ന്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്നാണ് കേട്ടോ മൈലാഞ്ചി. ഇതും എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞത് തനിയെ കിളിച്ച് വന്നു എന്നുള്ളതാണ്. ഇവിടെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഇവിടെ ഒരു തൈ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും അധികം സന്തോഷം എനിക്ക് ഈ ഒരു മൈലാഞ്ചിയിലാണ്.